ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്. 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. ആലാപനത്തിന്റെ അതിശയനാദം നമ്മുടെ പ്രിയപ്പെട്ട അനന്യകുട്ടി. വെൽക്കം അനന്യ ഓൺ സ്റ്റേജ്. ഒരു അപൂർവ ചിമിട്ടാണ്. തമിട്ട് പൊടിപ്പ് ബോംബ്. അനന്യയുടെ ടൈമിംഗ് ഉണ്ടല്ലോ, ദാറ്റ്സ് ഗോഡ് ഗിവൻ. രണ്ട് പല്ല് ചെറുതായിട്ട് വന്നല്ലോ. അപ്പൊ അടുത്ത ആഴ്ച ആകുമ്പോ ഫുള്ളാവും അല്ലേ? ഓ, എനിക്ക് കണ്ടിട്ട് അങ്ങ് എടുത്തോണ്ട് ഓടി നടക്കാൻ തോന്നുന്നു. ഇന്ന് എന്തോ ഒരു ഫോക്ക് സോങ് ആണോ പാടുന്നത്? ഏത് പാട്ടാണ്? ഇന്ന് ഞാൻ പി ഭാസ്കരൻ മാസ്റ്റർ റൗണ്ടിൽ പാടാൻ പോകുന്ന പാട്ടാണ് ഓ, ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞല്ലോ അല്ലേ? ഇന്നലെ വൈകുന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ നാളെ പാടാൻ പോണ പാട്ട് ഊഞ്ഞാല് എന്നുള്ള പാട്ടാണ്, ശ്രദ്ധിച്ച് കേട്ടോണമെന്നൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര താക്കീതൊക്കെ പറഞ്ഞു. ശ്രദ്ധിച്ച് കേട്ടോണം, എന്ത് വിട്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ അവസാനം ഗ്രേഡൊന്നും കുറച്ചാളായിരുന്നു. അതൊന്നും പറഞ്ഞില്ല. ഇത് ആര് പാടിയ പാട്ടാ? ലീലാമ്മയുടെ പാട്ടാ. അപ്പൊ ഇത് കൊള്ളാല്ലേ, നല്ല ഭംഗിയല്ലേ ഇങ്ങനെ മുടി സ്കൂളിൽ പോകുന്നത് പോലെ അല്ലേ? ഇത് മറ്റേ ഇതുണ്ടല്ലോ, ഏതോ ഒരു പടത്തിൽ ഇങ്ങനെ മറ്റേ അംബിക രാധ ഇങ്ങനെ കെട്ടി വെച്ചോണ്ടൊക്കെ തമിഴ് പടമോ? അതെ, പാട്ട് അവളിങ്ങനെ വളിച്ച് ഇങ്ങനെ അങ്ങനെ ഒരു അതുപോലെ കെട്ടിയാണോ എന്റെ കുട്ടി? ഓക്കേ മോളെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. ഊഞ്ഞാലി പൊന്നൂഞ്ഞാലി മുത്തിയമ്മ മുട്ടയിട്ടു, മുട്ടത്തോണ്ടി തോട്ടിലിട്ടു, രാരീരോ രാരീരാരോ. ഊഞ്ഞാലി പൊന്നൂഞ്ഞാലി മുത്തിയമ്മ മുട്ടയിട്ടു.
ചക്കരക്കുട്ടി, അതേ അനന്യക്കുട്ടി, അതേ തക്കുടുക്കുട്ടി. അതേ. അതെ, പുതിയൊരു പേര് വേണല്ലോ, മുത്തിയമ്മ. മുത്തിയമ്മ. ആ, സൂപ്പർ. സൂപ്പർ. അപ്പൊ ഇനിയിപ്പോ അനന്യക്കുട്ടിയുടെ ഏറ്റവും പുതിയ പേര് ചിമിട്ട്, അമിട്ട്, തവിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താണ്? മുത്തിയമ്മ. മുത്തിയമ്മ എടുത്ത് ആര് പറഞ്ഞു മുട്ടയിടാൻ? അയ്യോ, അത് ശരിയായ കാര്യമല്ല കേട്ടാ. അത് ശരിയായ കാര്യമല്ല. മുട്ട ഇട്ടുപോയി. മുട്ടയിട്ടു എന്ന് മാത്രമല്ല, മുട്ടയെടുത്ത് തോട്ടിലിട്ടു. അതാണ് എനിക്ക് ഇഷ്ടപ്പെടായിരുന്നത്. കാരണം ഇത്രയും നല്ലൊരു മുട്ട ഇട്ടിട്ട് അതെടുത്ത് തോട്ടിലിടാൻ ആര് പറഞ്ഞു? എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് രാരീരോ രാരീരാരോ പിന്നെ ഉറക്കിയും കളഞ്ഞു. മുട്ടയോ? ആ, മുട്ടയോ? ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോ ഹെഡ്ഫോൺസ് വെച്ച് പാട്ട് കേൾക്കുമ്പോ തന്നെ ഞാൻ തന്നെ ഉറങ്ങിപ്പോയി. ഈ പാട്ട് തന്നെ പിന്നെ എങ്ങനെ പഠിച്ചു? ഉറങ്ങിപ്പോയെങ്ങനെ പിന്നെ പാട്ട് എങ്ങനെ പഠിച്ചു? അയ്യോ, അത് ഞാൻ ഉറങ്ങിപ്പോയില്ല ഇപ്പൊ പാടിയപ്പോ. അവർക്ക് പാട്ട് പഠിക്കാൻ 5 മിനിറ്റ് മതി. അതെ അല്ലേ? കാരണം അത് അത്ര എന്താണ്, ഒരു ജീനിയസ് അല്ലേ. 5 മിനിറ്റ് കൊണ്ട് ഒരു പാട്ട്. ഈ രാരീരോ അത് ആദ്യം പാടിയ പോലെയല്ല അവസാനം പാടിയത്. ആദ്യം പാടിയത് എങ്ങനെയാണ്? രാരീരോ മുട്ട തോണ്ടി തോട്ടിലിട്ടു രാരീരോ രാരീരാരോ. അത് കുറച്ച് വൈബ്രന്റ് ആയിട്ടാണ് പാടിയത്. അവസാനം പക്ഷെ സങ്കടത്തിലാണ് പാടിയത് അല്ലേ? അതെങ്ങനെ? രാരീരോ രാരീരാരോ രാരീരോ രാരീരാരോ. ഓ, നമ്മളൊക്കെ ഉറങ്ങിപ്പോയി കേട്ടോ. അനന്യക്കുട്ടി നമ്മുടെ ഇപ്പോഴത്തെ മുത്തിയമ്മയെ കുറിച്ച് എന്ത് പറയാനാണ്? an absolute prodigy she is. ഓരോ പാട്ടും അനുഭവിക്കുകയാണ്. സ്വയം അനുഭവിക്കുക മാത്രമല്ല, മറ്റുള്ളവരെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്നു. സ്വയം അനുഭവിക്കുകയും മറ്റുള്ളവരെ അനുഭവിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് യഥാർത്ഥ കലാകാരൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ദ ഒറിജിനൽ ആർട്ടിസ്റ്റ് ഈസ് അനന്യ. Thank you. പാട്ടങ്ങനെ വീഡിയോ ചെയ്യുമ്പോ ഞാൻ പാട്ടിനകത്ത് തന്നെയാ കേറുന്നത്. അതാണ്, പാട്ടിനകത്ത് കേറിപ്പോന്ന്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അറിയാതെ പാട്ടിനകത്ത് അങ്ങോട്ട് കേറുമല്ലേ. എന്നിട്ട് പാട്ടിനകത്ത് എന്ത് ചെയ്യും? പാട്ടിന്റെ അകത്ത് എത്ര ഡോറുണ്ട് നമുക്ക് നടക്കാനായിട്ട്? ഒരു ദൂരണ്ടാവില്ല, സൈലന്റ് ആയിട്ട് പാടിയാൽ മതി. ഓ, ഡോറൊന്നും ഇല്ല അല്ലേ? സൈലന്റ് ആയിട്ട് അതിൽ കൂടെ ഇങ്ങനെ ജേർണി ചെയ്താൽ മതി. അതാണ്. പിന്നെ മാജിക്കലായി ലാസ്റ്റ് ആവുമ്പോ നമ്മള് പിന്നെയും സ്റ്റേജിലെത്തും. തിരിച്ച് സ്റ്റേജിലെത്തും. മൈ ഗോഡ്, കണ്ടോ എങ്ങനെയാണ് അനന്യ ആർട്ടിസ്റ്റ് പ്രവർത്തിക്കുന്നതെന്നുള്ളത്? പാട്ടിനകത്തോട്ട് കയറും, എന്നിട്ട് അവിടെ സൈലന്റ് ആയിട്ട് അതിലൂടെ യാത്ര ചെയ്യും, എന്നിട്ട് പാട്ട് തീരുമ്പോ തിരിച്ച് സ്റ്റേജിലെത്തും. സി, ഇത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. ഇങ്ങനെ മായിച്ചു പോകുമ്പോ ആരും കാണൂല, എല്ലാരും വിചാരിക്കും അന്നക്കുട്ടി ഇന്നത്. പിന്നെ സഡൻലി ഞാൻ ലാസ്റ്റിൽ വരുമ്പോ ആണ് എല്ലാരും ശരിക്കും വിചാരിക്കും അന്നക്കുട്ടി ശരിക്കും ഉണ്ട്. സെൽഫ് പ്രൈസിങ് ആയിപ്പോ ഇറങ്ങി അവിടെ പോയി പോ. അതൊരു ഡിവൈൻ ചൈൽഡ്. അത് ഇതിനകത്ത് ഞാനൊരു ഒരു സംഭവം കണ്ടുപിടിച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അതായത് പാടാൻ നേരത്ത് ഓർക്കസ്ട്ര ഇല്ല, ഉള്ളി BGM സമയത്ത് മാത്രമാണ് തബലയും ബാക്കിയുള്ള ഓർക്കസ്ട്ര ഒക്കെ വരുന്നത്. പാടാൻ നേരത്ത് വെറും ശ്രുതിയും വെറും പ്ലക്കിങ്സും മാത്രമേ ഉള്ളൂ, ഫ്ലൂട്ടിന്റെ ലിങ്കും മാത്രമേ ഉള്ളൂ. അതാണ് ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത. അത് മോള് ശ്രദ്ധിച്ചോ? പാടാൻ നേരത്ത് ഒന്നുമില്ല. അപ്പം നമുക്ക് സുഖമായിട്ട് മോള് പറഞ്ഞ പോലെ കണ്ണടച്ചിരുന്ന് ലയിച്ച് പാടാൻ സാധിക്കും. അങ്ങനെ സൂപ്പറായിട്ട് ലയിച്ച് പാടിയിരിക്കുകയാണ് നമ്മുടെ അനന്യക്കുട്ടി. വലിയൊരു കൈയടി. അങ്കിളിനൊരു ആഗ്രഹം, ഈ ആരാരുണ്ട് എന്നുള്ളൊരു സ്ഥലമുണ്ടല്ലോ ചരണത്തില്, അത് പാടിക്കുന്നു. പാലെടുത്തു പായസം വെച്ചു, പായ് വിരിച്ചു കിണ്ണം വെച്ചു, പഞ്ചസാര വേറെ വെച്ചു, രാരീരോ രാരീരാരോ. അടുത്തത് ഉണ്ണുവാനാരാ
ഓക്കെ, കറക്റ്റാണ്. ആരാരുണ്ട് എങ്ങനെയാണ്? നാനീ നീ നീ നാനാ നീ നീ ആണല്ലോ. അങ്കിള് വേറൊന്ന് പറയട്ടെ. ഉണ്ണിയുണ്ട് ആരാരുണ്ട്. ആ നല്ലല്ലേ? സൂപ്പർ. ആ അപ്പൊ ഒന്ന് പാടിക്ക്. ആരാരുണ്ട് ആരാരുണ്ട്. സാവാട്. താങ്ക് യു. ആരാരുണ്ട് ആരാരുണ്ട്. ആരാരുണ്ട് ആരാരുണ്ട്. ആരാരുണ്ട് ആരാരുണ്ട്. 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 ഇതാണ് അനന്യക്കുട്ടി. കാരണം എന്ത് പറഞ്ഞാലും അപ്പം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ള മോടെ ഒരു വലിയ സംഭവമാണ്. പാലെടുത്തു പായസം വെച്ചു, പായ് വിരിച്ചു കിണ്ണം വെച്ചു. പാലെടുത്തു പായസം വെച്ചു, പായ് വിരിച്ചു കിണ്ണം വെച്ചു. പഞ്ചസാര വേറെ വെച്ചു. രാരീരോ രാരീരാരോ. ഈ പാട്ട് അസാധ്യമായിട്ട് പാടി. അതുപോലെ തന്നെ പി ഭാസ്കരൻ മാഷിനെ കുറിച്ചൊരു വാക്ക് പറയാനുണ്ട്. എന്തൊരു ലാളിത്യമാണ് ഈ പാട്ടിനകത്ത്. ഓരോ വരിയും ആ കഥ പറഞ്ഞു പോകുന്നത് എന്ത് രസകരമായിട്ടാണ് ഈ കഥ പറഞ്ഞു പോണേ. മാത്രമല്ല ഈ പാട്ടിന് എന്തൊരു ലാളിത്യമാണ്, കേട്ടോണ്ടിരിക്കാം. ഈ പാട്ട് തന്നെ ഇപ്പോൾ ഒരു 10 പ്രാവശ്യം ഒരു ദിവസം കേട്ടാലും നമുക്ക് ബോറടിക്കത്തില്ല. അത് അതിൻ്റെ വരികളുടെ ശക്തിയാണ്. ഓഫ് കോഴ്സ് മ്യൂസിക്കും ഈസ് ദെയർ. ഓള് നന്നായിട്ട് പാടി. വെരി ഗുഡ്. ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഗോഡ് ബ്ലസ് യു. താങ്ക് യു സർ. താരാട്ട് പാട്ട് കേൾക്കുന്ന ആ പ്രായത്തില് താരാട്ട് പാട്ട് പാടുന്ന ഒരു ജീനിയസാ ഇത് അല്ലേ? അയ്യോ എന്തൊരു ആ ഒരു സംഗതിന്റെ ഒരു ക്യൂട്ട്നെസ് അല്ലേ. ലീല ചേച്ചി പാടിയ പാട്ടാണ്, എന്നാലും ആ ഒരു ആരീതാരോ പറയുന്ന ആ ഒരു സ്റ്റൈലല്ലേ. എനിക്ക് തോന്നി ഇങ്ങനെ അമ്മൂമ്മ പോലെ ആയി ഇന്ന്. അത്ര മനോഹരമായിട്ട് പാടി. എനിക്ക് ഒരു പ്രാവശ്യം ആരീതാരോ പാടാവോ? ആരീരോ രാരീരാരോ രാരീരോ രാരീരാരോ. രാരീരാരോ അതെങ്ങനെ മനസ്സിലായി? രാരീരാരോ. ആ അത് കേട്ട് പഠിച്ചതാണോ അല്ലെങ്കിൽ അമ്മ പഠിപ്പിച്ചു തന്നോ? കേട്ട് പഠിച്ചതാണ്. ആണോ? പെട്ടെന്ന് അത് കേട്ട് ഫസ്റ്റ് ടൈം കേട്ട് തന്നെ അവിടെ പിടിച്ചു അല്ലേ ആ സംഗതി? ആ എന്ത് പറയാന്ന ആ പാട്ടിന്റെ സംഗതി അല്ല, ആ പാട്ടിന്റെ സ്പിരിറ്റ് എന്താണ്, ആ പാട്ടിന്റെ സെന്റിമെന്റ് എന്താണ്, അതെല്ലാം അങ്ങനെ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ തന്നെ നമ്മുടെ ഈ അനന്യക്കുട്ടി മുന്നോട്ട് പോകണം, ഒരു വലിയ പാടകയാവണം. തീർച്ചയായിട്ട് അങ്ങനെ തന്നെ ആകി ഒരു പ്രാവശ്യം ചിലപ്പോ ഇങ്ങനെ ടോപ്പ് സിംഗേഴ്സ് കുറെ കാലം ഇരിക്കുമ്പോ ഇവിടെ ജഡ്ജായി വന്നാലും അതിലൊരു സംശയമില്ല, അങ്ങനെ വരും തോന്നുന്നു എനിക്ക് അല്ലേ? ചിലപ്പോ അങ്ങനെ വരും, ഒന്നും പറയാനില്ല. മോൾ വളരെ ഭംഗിയായിട്ട് പാടി. ഐ ആം സോ മൂവ്ഡ്. താങ്ക് യു മാം. യു വെൽക്കം അനന്യ. ഈ പാട്ടിന് അങ്കിള് ഒരു ഗിഫ്റ്റ് തരട്ടെ. 2 ഗിഫ്റ്റ് ഉണ്ട്. ഒന്നൊരു പാട്ടിന്റെ ഗിഫ്റ്റ് ഉണ്ട്. രണ്ടാമത് ഞാൻ അനന്യക്കുട്ടിയെ ഒരു ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ പോവാ. ഹെലികോപ്റ്റർ റൈഡ്. അപ്പൊ ആദ്യം പാട്ട്. ലാലി ലാലി ലേ ലാലി ലാലി ലേലോ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. മലരൊളിയേ പുന്നാര മലരെ മഞ്ചാടി മണിയേ ചാഞ്ചാടുമഴകേ പുതുമലരെ പുന്നാര മലരെ എന്നോ മൽക്കണിയേ എൻ കുഞ്ഞു മലരെ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. പഠിക്കണം. ലാലി 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 ലേലോ. രാരി രാരാരോ രാരി രാരാരോ രോ.
നമുക്ക് ഹെലികോപ്റ്റർ പോകണ്ടേ? റെഡി അല്ലേ? അത് നല്ല ഹൈറ്റില് പോകുന്നുണ്ടല്ലേ. ഇനി വാ, ഇനി വാ. awesome. കൈ വരെ പോയോ? എങ്ങനെയത് താഴെയാക്കുന്നത്? അണ്ണാച്ചിക്ക് താത്ത അറിഞ്ഞൂടാ. താഴെ വരാൻ അറിയില്ല. അങ്ങളത് എങ്ങനെ താഴെ വരാ? അത് പറന്നുപോയി, ഇപ്പൊ തകർന്ന് വീഴും. അയ്യോ അവിടെയാ. അതാ അത് ബാംഗ്ലൂർ പോയി മോളെ, അത് എവിടെ? ബാംഗ്ലൂർ പോയോ? ബാംഗ്ലൂർ പോയി. അതിനെ കുട്ടി കണ്ടോ അത്? അയ്യോ അതാ ലാൻഡ് ചെയ്തേ. ഒന്നും പറ്റിയില്ല, കറക്റ്റ് സ്ഥലത്താ ലാൻഡ് ചെയ്തേ. അനന്യക്കുട്ടിക്ക് അപ്പൊ ഈ ഹെലികോപ്റ്റർ ഒരു കുഴപ്പമേ ഉള്ളൂ, ഇതില് അപ്പ് എന്ന് പറഞ്ഞൊരു സ്വിച്ച് മാത്രമേ ഉള്ളൂ, ഡൗൺ എന്ന് പറഞ്ഞ സ്വിച്ച് ഇല്ല. പോയാൽ പോയതാണ്. അപ്പൊ സൂക്ഷിച്ച് ഞാൻ കയ്യില് പിടിച്ചിട്ട് ഇങ്ങനെ അതാ നല്ലത്. ഇങ്ങനെ പോന്ന പോലെ. ആ ഓക്കെ. Thank you, sir. അപ്പൊ നമ്മുടെ ഗ്രേഡും കൂടെ പറയും. അനന്യക്കുട്ടിക്ക് ഇന്ന് ഗ്രേഡ് Thank you, sir. Thank you very much. അപ്പൊ നമുക്ക് അടിവരനന്യ പൂക്കുറ്റി, കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവാർഡഡ് എ ട്രിപ്പിൾ വൗ 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 വൗ. ഞാൻ പേടിച്ചു പോയി. Ta-da. ടാറ്റാ. See you. താങ്ക് യു എം ജെ അങ്കിളെ. താങ്ക് യു അനിയനെ ബൈ കുട്ടി. ബൈ ബൈ ബൈ. അടുത്ത പ്രാവശ്യം പാൽപ്പായസം യെസ്. മറക്കണ്ട കേട്ടോ. അടുത്ത പ്രാവശ്യം സൂപ്പറായിട്ടും പാൽപ്പായസം. ഓക്കെ. Sure ആയിട്ടും. കഴിച്ചിട്ട് രസിക്കാം. പാൽപ്പായസത്തിന്റെ കൂടെ മോളെ ഒരു ബോളിയും കൂടെ ആയിക്കോട്ടെ. അതെന്താ? ബോളി ബോളി നോക്കാം. ഓക്കെ. ബോളി എന്ന് വെച്ചപ്പോ അതെന്താന്ന്? ആ, എന്നാ ഇങ്ങനെ? വെളുത്തുള്ളി അല്ല ബോളി. ഓ ശരി, ബോളി എന്ന് കൊണ്ടുവരുമ്പോ പറഞ്ഞാൽ വേറൊരു കഴിച്ചോളാം. ഞാൻ കഴിച്ചോളാം. ഈ പൊട്ടറ്റോ ഇട്ട് ഉണ്ടാക്കുന്ന സാധനമാണ് ബോളി. കേട്ടിട്ടുണ്ടോ? ഉരുളക്കിഴങ്ങ് അല്ലേ ചേട്ടാ? അത് ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ബീട്രൂട്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കുന്ന സാധനമാണ് ഉരുളക്കിഴങ്ങ് ബോളി. ബീട്രൂട്ടും കൂടെ അരച്ചിട്ട് ചിരിക്കുന്ന അല്ല, അല്ല അതല്ല. ആണ് ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് എന്തിനാ അരച്ചിട്ട് ചിരിക്കുന്നെ? മൈദാമാവ് പറയുന്ന കേക്കടി. ആ കേക്ക്. ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് അരയ്ക്കും, അരച്ചിട്ട് അതിനകത്ത് മൈദാമാവ് ചേർക്കും, കുറച്ച് ഉപ്പ് വേണം, ഉപ്പ്. ഉപ്പും പഞ്ചസാരയും. അയ്യേ, ആ, പായസത്തിന്റെ രണ്ടും കൂടെ കൂടെയാ? പായസത്തിലല്ല ബോളി. ബോളി ഉണ്ടാക്കുന്ന അല്ല, കാര്യം അപ്പൊ അങ്കിള് പറഞ്ഞ പായസത്തിന്റെ കൂടെ. കൂടെയാണ് ബോളി. ശരി, അത് ബൈ, ബൈ. സൂപ്പർ കോമ്പിനേഷൻ ആണ്. ഈ പൊട്ടറ്റോയും ഈ പാൽപ്പായസം കൂടെ ഉപ്പൊക്കെ ചേരുമ്പോഴത്തേക്കും ഒരു സൂപ്പർ കോമ്പിനേഷൻ, ഭയങ്കര സ്വാദാ. ആണോ? ചുമ്മാ അല്ല എല്ലാരും വെളുത്തുള്ളി ചുമ്മാ പറഞ്ഞല്ലേ? സത്യമായിട്ട് പറഞ്ഞു. ആ ശരി. അപ്പൊ ബോളി ഉണ്ടാക്കുന്ന എങ്ങനെയാണ്? ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും കൂടെ ചേർക്കുക, ഉപ്പിട്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക, അതിൻ്റെ കൂടെ മൈദമാവ് ചേർക്കുക, അങ്ങനെ കുറച്ച് അല്പം ഉപ്പും അല്പം പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോൾ എന്നിട്ട് വറുത്തെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് ബോളി. ബോളി. ഓക്കെ, ആ ഗോട്ട് ഇറ്റ്. ശരി. ഉണ്ടാക്കിക്കൊണ്ടിരുമോ അടുത്ത ദിവസം? അല്ല, ഇതല്ല, ഇത് ബോളിയെന്നല്ല. അങ്ങള് പോയേ. ഏതായാലും നിന്റെ വളിപ്പ് കഥയെ കാട്ടിക്കൊള്ളാം. ബോളിയോ? ക്വസ്റ്റ്യൻ മേലും ഉണ്ടോ? ഏ ക്വസ്റ്റ്യൻ മേലും ഉണ്ടോ? ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ആ? എന്നാ അത് ചോദിക്കണ്ട. കഴിഞ്ഞു. അല്ല ഇനി ചോദിക്കണ്ട. ഇല്ല, ചോദിക്കില്ല. ഇനി അടുത്ത ആളെ അല്ല, വിളിച്ചു. ഞാൻ പറഞ്ഞു 2020 മതി, ഇനി 19ലേക്കുള്ള നിറഞ്ഞു. ഞാൻ നാളെയും ചോദിക്കും. എല്ലാവരെയും കുഴപ്പത്തിലാക്കുന്ന മെയിൽ ഏതാണ്? മെയിൽ ആ ഫീമെയിൽ അല്ല, ആ മീലല്ല. അത് ചേട്ടൻ്റെ കാര്യമാണോ പറഞ്ഞത്? ആ, എന്താ കുഴപ്പം? ഫീമെയിലാണ്. എല്ലാം ഇപ്പൊ പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. എല്ലാവരെയും കുഴപ്പത്തിലാക്കുന്ന മെയിൽ ഏതാണ്? പേടിയാണ് എല്ലാവർക്കും. ആ എല്ലാവരും mail. പേടിയാണ് അതിനെപ്പറ്റി. കണ്ടോ, അനുവിന് എന്റെ അറിയാം. question ആ. അനു ചേച്ചി അനുവേ ടെൻഷനിലാ. അനു ചേച്ചി ഇപ്പൊ ഫൈസലിന്റെ അസുഖം അനുവിന് മാറിയോന്ന് എനിക്കൊരു സംശയം. അനുവേ, അനു, അയ്യോ എന്ത് പറ്റി? ഫൈസലിന്റെ ആ അസുഖം കിട്ടിയ ഫൈസലിന്റെ. അനുവിന് എത്ര ഫോണുണ്ട്? ഓക്കെ, ഞാൻ ഒറ്റ മിനിറ്റ് ആ. പ്ലീസ്. ഞാൻ ഇതൊന്നും കണക്ട് ചെയ്തിട്ടില്ല. ആ, അനു ചേച്ചി അത് ഓ അത് ശരി, മറ്റേ ചെവിയിൽ കുത്തുന്നെടുത്ത് ഫോണിന് കുത്തി എന്താ? മനുഷ്യനെ കുഴപ്പത്തിലാക്കുന്ന മെയിൽ ഏതാണ്? നമുക്ക് പേടിയാവുന്ന മെയിൽ ഏതാണ്? നമുക്ക് പേടിയാവും ആ മെയിൽ. മെയിലോ? മെയിൽ. എം ജി ഞങ്ങളുടെ ഓക്കെ, ആൻസർ പറയട്ടെ. പറയട്ടെ. നോക്കണം. ബ്ലാക്ക് മെയിൽ. ബ്ലാക്ക് മെയിൽ. ഓക്കെ, അത്രേ ഉള്ളൂ. വളരെ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ അങ്ങളുടെ ഫീമെയിൽ ബ്ലാക്ക് മെയിൽ ചെയ്യും.
അതൊന്നും മനസ്സിലായില്ല. ഇനി പറ്റൂല. വരൂ ഇവിടെ ഇരിക്കൂ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ ഓഡിയൻസ് ചോയ്സിലെ സമയമാണ്. ഓഡിയൻസ് ആരാ വരാൻ പോണേ? ഹലോ. ഹലോ, അങ്കിളുടെ പേരെന്താ? എന്റെ പേര് മോഹൻ മേനൻ. മോഹൻ, അങ്കിളുടെ വീട് എവിടെയാ? എന്റെ വീട് എറണാകുളം സൗത്തിലാണ്, എറണാകുളത്താണ്. സ്റ്റേഷന്റെ അടുത്ത്. ആ ഓക്കെ. ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ഡെയിലി കാണും. ഡെയിലി കാണോ? ഇഷ്ടമാണോ? മീനുകുട്ടിയെ കാണാനാണ്. ആ അയ്യോ താങ്ക് യു. ഇഷ്ടാണോ ടോപ്പ് സിംഗർ? പിന്നെ ഭയങ്കര ഇഷ്ടാണ്. ഓ യെസ്. ആരെയാണ് ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇഷ്ടം ആരെയാ? ഇന്നിപ്പോ ആക്ച്വലി ഇവിടെ പാടിയത് സൂര്യ മഹാദേവൻ has sang really well. ആഹാ താങ്ക് യു. പഴയ ദാസേട്ടന്റെ നല്ല പാട്ട് ഇത്ര നല്ലൊന്നും ആർക്കും പാടാൻ പറ്റും. ആഹാ താങ്ക് യു. അപ്പൊ സൂര്യന്റെ പാട്ടാണ് ഇപ്പൊ കേൾക്കണ്ടേ? യെസ്, സൂര്യന്റെ പാട്ട് തന്നെയാണ് കേൾക്കേണ്ടത്. അപ്പൊ സൂര്യനെ വിളിക്കട്ടെ. പ്ലീസ് കോൾ. വെൽക്കം സൂര്യ ഓൺ സ്റ്റേജ്. സൂര്യ, എന്തോ അങ്ങളുടെ പരിചയപ്പെട്ടോ? നിങ്ങളുടെ പേരെന്താ? പേര് മോഹൻ മേനൻ. നിങ്ങൾ എവിടുന്നായിരുന്നു? ഞാൻ എറണാകുളം സൗത്ത് സ്റ്റേഷന്റെ അടുത്താ താമസിക്കുന്നത്. ആ ഐ ആം സ്റ്റേയിങ് ചിറ്റൂർ റോഡില്. ഓക്കെ, സൂര്യ വീട് എവിടെയാ? ഞാൻ ട്രിവാൻഡ്രത്താ. ട്രിവാൻഡ്രത്താ. ഓക്കെ സൂര്യ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ അങ്കിളെ, താങ്ക് യു. കന്നിപ്പൂമാനം
കുട്ടികളെ, ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? The little prodigy, Ananya. വെൽക്കം അനന്യ കുട്ടി ഓൺ സ്റ്റേജ്. Mileage at 3, Best Performer of the Week. ക്യൂട്ടി ദ ബെരി സോപ്പ് നൽകുന്ന ഒരു സമ്മാനം, ശാന്തിഗിരി നൽകുന്ന കർക്കിടക കഞ്ഞി കിറ്റ്, മൊമെന്റ് ഓഫ് ദ ഡേ MJ അങ്കിൾ വെച്ചെടുക്കുന്നു.